നിനക്ക് വിലക്കിയ, നിനക്ക് തടഞ്ഞ ആളുകൾക്ക് നീ കൊടുക്കണം. അത്യാവശ്യം വന്നപ്പോ നിന്റെ ജ്യേഷ്ഠനോട് 5,000-ഓ 10,000-ഓ നീ ചോദിച്ചു. തരാ മൂപ്പര കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ തന്നില്ല. നീ അതിന് പകവീട്ടരുത്. ആവശ്യം വന്നൊരു നേരത്ത് നിന്നോട് ചോദിച്ചപ്പോ ഞാൻ അന്ന് ചോദിച്ചിരുന്നില്ലേ, നീ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കരുത്. അപ്പൊ ഉസ്താദേ, നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച സ്വഭാവം തന്നെയല്ലേ അങ്ങോട്ട് കാണിക്കേണ്ടതല്ല? ഈ പറഞ്ഞതൊന്നും ഇങ്ങോട്ട് കാണിച്ചതല്ലല്ലോ അങ്ങോട്ട് കാണിക്കുന്നത്. ഇങ്ങോട്ട് തടഞ്ഞവർക്കും അങ്ങോട്ട് കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം തടഞ്ഞിരുന്നില്ലേ മക്കക്കാര്? ശൈബ് അബീ ത്വാലിബിൽ തങ്ങൾ ഇലയും പുല്ലുമൊക്കെ ഭക്ഷിച്ചിരുന്നില്ലയോ സ്വഹാബത്തും? സുബ്ഹാനല്ലാഹ്. അതേ മക്കക്കാർക്ക് അവിടുത്തെ വിശ്വസിച്ച സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു യമാമയിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ ഗോഡൌൺ അടച്ചു പൂട്ടിയിട്ട് മക്കയിലേക്ക് ധാന്യം വരാതിരുന്നപ്പോ മക്കക്കാർ ഇവിടുന്ന് കുടുംബവും മറ്റുമൊക്കെ എഴുതി അറിയിച്ചുകൊണ്ട് കത്തുകൊണ്ട് ആളെ വിട്ടു. നിങ്ങളുടെ അനുയായിയായ സുമാമ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് അന്നം മുടക്കിയിട്ടുണ്ട്. യമാമയിലെ ഗോഡൌൺ അടച്ചു പൂട്ടി, ഇപ്പൊ ധാന്യം വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് നിങ്ങൾ ചെയ്തതിന് പകരമാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞു, തിരിച്ച് ആളെ വിട്ടിട്ട് പറഞ്ഞു സുമാമ റളിയല്ലാഹു അൻഹുവോട്, ഭക്ഷണം പെട്ടെന്ന് മക്കയിലേക്ക് കൊടുത്തയക്കണം, തടയാൻ പാടില്ല. ആ എഴുതിയ കത്തിന് മറുപടി നേർക്ക് നേരെ കൊടുക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് നിങ്ങൾ എന്നെ കൊണ്ട് പച്ചില ഭക്ഷിപ്പിച്ചവരല്ലേ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ചെയ്തത്. ഇങ്ങോട്ട് തടഞ്ഞവരാണെങ്കിലും തങ്ങളെ ആളെ വിട്ട് പറഞ്ഞത് ഭക്ഷണം അത് മനുഷ്യന്റെ അവകാശമാണ്, അത് തടയാൻ പാടില്ല. റളിയല്ലാഹുവിനോട് പറഞ്ഞു, യമാമയിലേക്ക് ആളെ വിട്ടിട്ട് പെട്ടെന്ന് ഭക്ഷണം കൊടുത്തയക്കണം, ധാന്യം കൊടുത്തയക്കണം, തടഞ്ഞവർക്ക് കൊടുക്കണം. മൂന്നാമത്തെ സ്വഭാവം തസ്ലുമൻ ഖത്അക്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ ബന്ധം ചേർക്കുക. ഇത് മൂന്നും സ്വർഗത്തിൽ കടക്കാനുള്ള ഹുസ്നുൽ ഖുലുഖിന്റെ പ്രധാനപ്പെട്ട വഴികളാണ്. തഖ്വല്ലാഹി അസ്സ വജല്ല. അത് മൂന്നും സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.